welcome to new tasty recipes. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് തോരനാണ്. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് തോരൻ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇതുവരെ എൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളെ ക്യാരറ്റ് തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് ഞാൻ 4 ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു ബൗൾ നിറച്ച് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് എരിവൊക്കെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടുക ചെയ്യാം. നമുക്ക് കോക്കനട്ട് അധികം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ക്യാരറ്റൊക്കെ ഈ ഒരു ബൗൾ എടുത്തത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്. പിന്നെ നമ്മൾ ഇതിലേക്ക് കടുക് ഇടുക. കുറച്ച് കറിവേപ്പില ഇടുക. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ഒന്ന് വാടി വരുന്ന വരെ നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടാം. അപ്പം നമ്മൾ ആ ക്യാരറ്റ് വാടി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ ഒരു ബൗള് കോക്കനട്ടും പിന്നെ ഈ 4 പച്ചമുളകും കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കോക്കനട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 4 പച്ചമുളക്. നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവ് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് ഒരു കളറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല, ഓപ്ഷണലാണ്. ഇനി ഇതൊന്ന് കറക്കി എടുത്തിട്ട് വരാം. ഇത് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്യാരറ്റിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ക്യാരറ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോക്കനട്ടും മുളകും കൂടി മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. കൊടുക്കാണ്. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തുനിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ പാകത്തിനാണ് ഒന്ന് നോക്കാം. ഉപ്പൊക്കെ ഏകദേശം പാകമാണ്. അപ്പോൾ നമ്മുടെ ഈ ക്യാരറ്റ് തോരന് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ലഞ്ചിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തു കൊടുക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.